ഇടക്കാല ഭരണാധികാരിയെ ചൊല്ലി നേപ്പാളിലെ ജിൻസി പ്രക്ഷോഭകാരികൾക്കിടയിൽ തർക്കം. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായ്ക്കും നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിക്കു വേണ്ടിയും നേപ്പാൾ വൈദ്യുത അതോറിറ്റി മുൻ MD കുൽമാൻ ഗിസിങ്ങിനു വേണ്ടിയും പ്രക്ഷോഭകാരികൾ ചേരിതിരിഞ്ഞ് വാദിക്കുകയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയെ ഇടക്കാല ഭരണാധികാരിയാക്കണമെന്ന ആവശ്യവുമായാണ് ആദ്യം പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. പ്രക്ഷോഭകാരികളുമായി നടത്തിയ ചർച്ചയിൽ ഭരണ നേതൃത്വം ഏറ്റെടുക്കാമെന്ന് സുശീല കർക്കി സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് സുശീല കർക്കിയുടെ പ്രായവും യോഗ്യതയും ചോദ്യം ചെയ്ത് ഒരുപറ്റം പ്രക്ഷോഭകാരികൾ നേപ്പാൾ വൈദ്യുത ബോർഡ് മുൻ MD കുൽമാൻ ഗിസിങ്ങിനെ നിർദ്ദേശിക്കുകയായിരുന്നു. സംഘർഷാവസ്ഥ ഇല്ലാതായെങ്കിലും സമാധാന അന്തരീക്ഷം തിരിച്ചുകൊണ്ടുവരുന്നതിനായി സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ യുവാക്കളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. എന്നാൽ ഇടക്കാല ഭരണാധികാരിയെ ചൊല്ലി ഉടലെടുത്ത പുതിയ തർക്കം മറ്റൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. എത്രയും വേഗം അടുത്ത ഭരണ നേതൃത്വത്തെ തെരഞ്ഞെടുക്കണമെന്ന് പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ ആവശ്യപ്പെട്ടു. 2 ദിവസത്തെ പ്രക്ഷോഭത്തിൽ ഇതുവരെ 31 പേർ മരിച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ച 25 പേരെ തിരിച്ചറിഞ്ഞെങ്കിലും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തെക്കുകിഴക്കൻ കാഠ്മണ്ഡുവിലെ ജയിലിൽ നിന്നും ചാടിയ തടവുകാർക്കു നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 2 പേർ മരിച്ചു. 12 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തിനിടെ 15,000-ഓളം പേർ ജയിൽ ചാടിയതായാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.